ക്രോസിംഗ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഹെവി ഫോറസ്റ്റ് ആണ്. നമ്മള് അടിപൊളി വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഡേ 4 ആയി, ഞങ്ങള് തളർന്നു. ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് ഡേ 4 ആണ്. ആക്ച്വലി നമ്മുടെ ഇതിൽ ഡേ 3 വരെ ഉണ്ടായിരുന്നുള്ളൂ. ഡേ 4 എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു മലയുടെ പൊക്കത്ത് ഒരു കാടിന്റെ ഉള്ളില് മരത്തിന്റെ പൊക്കത്താണ് ഗൈസ്. എന്താണ് ഞാൻ പറഞ്ഞത്? ആക്ച്വലി ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ മോർണിംഗ് ടൈം വൈകിയാണ് ഗൈസ്. ഇപ്പൊ വേറെ ഒന്നുമില്ല, ഇനി 11:30 നമുക്ക് ചെക്കൗട്ട് ആണ്. അതിന് നമ്മൾ കുഞ്ഞൊരു ഒരു വാട്ടർഫോൾസ് ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ. അത് നമുക്ക് ഇവരുടെ റിസോർട്ടിന്റെ തന്നെ ഒരു ഓഫറാണ്. നമുക്ക് ജീപ്പില് പോയിട്ട് അവർ ആ വാട്ടർഫോൾസും കാണിച്ചു തരും. ഒരു കേവ്, ഒരു കുഞ്ഞു കേവ്, ജസ്റ്റ് അല്ലേ, കുഞ്ഞു കേവ്. അവിടെയും കൂടെ റിവർ ക്രോസ് ചെയ്യണം. നല്ല വ്യൂ ആയിരിക്കും. നമുക്ക് ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഞങ്ങളെ കാണിച്ചു തരാം. ഇപ്പൊ ആ ഒരു മോർണിംഗ് ആ സംഭവം ഉണ്ട്. ഇനി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. പിന്നെ ഇതേ സേറമ്പോക്ക് ഞാൻ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് നമ്മൾ നേരെ അതും കഴിഞ്ഞിട്ട് റിട്ടേൺ ബാക്ക് ടു കൊച്ചി. അതാണ് ഇന്ന് ഏറ്റവും വലിയ ട്രിപ്പ് ഗൈസ്. കാരണം നമ്മൾ വന്നപ്പോൾ മൂന്നാറാണ് സ്റ്റേ ചെയ്തത് അല്ല ഫസ്റ്റ് ചിന്നക്കനാലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. then ആഫ്റ്റർ മൂന്നാർ സ്റ്റേ ചെയ്തു. ഇപ്പൊ നമ്മൾ വട്ടവടയിൽ സ്റ്റേ ചെയ്യണം. കാരണം ഒരു ട്രിപ്പ് വന്നിട്ട് നമ്മൾ 3 സ്ഥലത്താണ് സ്റ്റേ ചെയ്തത്. ആക്ച്വലി ഇതൊരു അഡ്വഞ്ചർ ട്രിപ്പ് ആയിരുന്നു. കാരണം ഇങ്ങോട്ടുള്ള റൂട്ടൊക്കെ നല്ല ഹെവി റൂട്ട്സ് ആയിരുന്നു. അറ്റ് സെയിം ടൈം അഡ്വഞ്ചർ ആയിരുന്നു. പിള്ളേർ ഫാമിലി ആയിട്ട് വന്നപ്പോൾ നമ്മൾ പിള്ളേര് പക്ഷേ വലിയ സീനൊന്നും ഉണ്ടായില്ല, കംഫർട്ടബിൾ ആയിരുന്നു. ഇതുവരെ ഓക്കെ ആയിരുന്നു. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം ഗൈസ്. Our hearts beat to the city streets. We began to feel the fire. ഗൈസ് ഞങ്ങൾക്ക് പുട്ട് കിട്ടി ഗൈസ്. പുട്ട് അമിച്ച് ആഗ്രഹിച്ചു അമിച്ച് പുട്ടെന്ന് പറഞ്ഞപ്പോൾ അമിച്ചിന്റെ മുഖത്തുണ്ടായ സന്തോഷമുണ്ടല്ലോ. ഒരു കാര്യം, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അതേ ഇപ്പം നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് പോവാണ്, വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോവാണ്. വെള്ളച്ചാട്ടം കേവും അല്ലേ, ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അത് ഇവരുടെ തന്നെ ജീപ്പിൽ നമ്മളെ കൊണ്ടുപോകും. അതൊക്കെ നമ്മൾ തിരിച്ചെടുക്കണം. അത് നമ്മൾ ഫ്രഷായി നമ്മൾ നേരെ ബാക്ക് ടു കൊച്ചി. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അതിങ്ങനെ നല്ല റോഡൊന്നുമല്ല, ഇങ്ങനത്തെ ഇങ്ങനെ കാട് പിടിച്ചൊക്കെ ഇറങ്ങുന്നു. ഇവിടെ കൂടെയൊക്കെ ഫാമിലി ആയിട്ട് ഇങ്ങനെയുള്ള പിള്ളേരെ കൊണ്ടൊക്കെ വരുമ്പോൾ കുറച്ച് ടഫ് സീനായിരിക്കും. ഹായ് പറയണ കൊച്ചി, ഹായ് പറയുന്നുണ്ട്. ഹായ് പറ. எடுத்து விட்டுருவாங்க. இதான் நீ வேற நீங்க வந்து நீங்க வேற எது சொல்லவே வேண்டாம். என்ன சம்பவம் அப்படியே சம்பாதி இருந்தா അപ്പം നമ്മള് വാട്ടർഫോൾസ് കാണാൻ പോണാണ്. സന്ദീപേട്ടാണ് നമ്മുടെ കൊണ്ടുപോണത്. അതായത് നമ്മുടെ മാസ്റ്റർ ഷെഫ് അതിനേട്ടൻ പുറയിൽ തോന്നിക്കിടക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ട്രക്കിംഗ് പോയിന്റ് ഉണ്ടാവും, കാലിക്കൽ വ്യൂ പോയിന്റ്. മുകളിൽ കാണുന്നുണ്ടോ? ഓ നോക്കിയില്ല അതിൻ്റെ ഉള്ളിലാ വർഷത്തിലേക്കാണ് ആദിവാസികളാണ് കൊണ്ട് പൂജ.
ഗൈസ് നമ്മളപ്പോ വാട്ടർഫോൾസ് കഴിവ് കാണാൻ പോണ വാട്ടർഫോൾസ് കാണാൻ പോണേ. അപ്പൊ ചേട്ടൻ പറയണേ റിസ്ക് ആണെന്ന് പറയണത് നടന്നു പോണേക്കാ ഇങ്ങനെ കയറ്റമൊക്കെ ഉണ്ടെന്ന് സ്ലീപ്പായിട്ട് കിടക്കുന്ന വഴികളാണ്. അപ്പൊ ഇവിടുന്ന് താഴെ ആണ് വാട്ടർഫോൾസ്, മേളില് ഗുഹ. ഗുഹ ഗുഹ മേളിലാണോ? ഗുഹ മേളിലാണ്. ഇത് വ്യൂ പോയിന്റ്, അതായത് വ്യൂ പോയിന്റും കുളിക്കാനുള്ള സെറ്റപ്പ്. പേടിക്കണ്ടി ഞാൻ പിടിച്ചോളാം. അത്യാവശ്യം നല്ല രീതിയിൽ ഡീപ്പായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. നാടൻ ചേട്ടൻ പറഞ്ഞ പോലെ കുറച്ച് റിസ്ക് ആണ്. അപ്പൊ ജോയും അമ്മിച്ച അവിടെ നിന്ന് ഞാൻ സൈന്യം കൊണ്ട് പോണാണ് ഗൈസ്. നമ്മള് അടിപൊളി ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. കാണിച്ചറ ഗൈസ്, ഇതേണ്ട്. ഗൈസ് ആ പോയ സ്ഥലത്ത് സൈന്യം കൊണ്ടാ പോയത് ഗൈസ്. പട്ടിയായിട്ടുണ്ട്. എനിക്കാണ് അത്യാവശ്യം കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണാണ്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും കഥക്കണം ഒരു കാര്യം ചെയ്തിട്ട്. അത്രയും ഡീപ്പ് പിന്നെ എൻ്റെ സൈവും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് കുറച്ച് ടയർഡായത് കൂടുതൽ. പക്ഷെ അവിടുത്തെ വ്യൂ ഇല്ല, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഫോട്ടോ കാണാനൊന്നും ഇല്ല. നമ്മളവിടെ കുളിക്കാനും കൂടെ ഒക്കെ നിൽക്കണമെങ്കിൽ അടിപൊളിയായിരിക്കും. മല കണ്ടു. അതാണ് പാലിക്കൽ വ്യൂ പോയിന്റ് എന്ന് പറയണത്. അവിടെ അതിന്റെ പൊക്കത്തേക്ക് ട്രക്കിംഗ് രീതിയിൽ ആൾക്കാർ പോവാറുള്ളതാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഇതില്ല. എവിടെയാണ് വന്നേക്കണ? ഇഷ്ടമായോ?
ജോ വയസ്സങ്ങാത്ത 60-ലും 16-ന്റെ ചുരുക്കോടെ അമ്മിച്ച് കേവിലേക്ക് പോകണ മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു ഓർമ്മ തണുപ്പുണ്ടല്ലോ നല്ല തണുപ്പായിരുന്നു. അമ്മച്ചിക്ക് പറ്റൂടി അമ്മച്ചിക്ക് പറ്റുമോ? അമ്മച്ചി കംഫർട്ടബിൾ അല്ലെങ്കിൽ അമ്മച്ചി ഇവിടെ നിൽക്കട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് തൊട്ട് മുകളിൽ കൂടെ കയറാം. അതില്ലേ അത്യാവശ്യം നല്ലൊരു കിഴവനാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ വഴി. ഓ ഇതല്ലേ, ഓ മോനെ. സുഭാഷേ കുട്ടേട്ടാ, കുട്ടേട്ടാ ആ സീനാണ് ഓർമ്മ. അത്യാവശ്യം നല്ലൊരു കേവായിരുന്നു അത്, ഫുള്ളിരിട്ടായിരുന്നു അതിനകത്ത്. ഞങ്ങൾ തിരിച്ചെത്തി. ജോയൊക്കെ പട്ടിയായിട്ടുണ്ട്. ആക്ച്വലി പിള്ളേരില്ലാണ്ടാണ് ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ടോ. കാരണം എല്ലാം പുതിയ പുതിയ സംഭവങ്ങളൊക്കെ. മഞ്ഞമ്മൽ ബോയ്സ് മൂവി കണ്ടതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ്. അതിനുള്ളിൽ കുറേ ചാനൽ പറയാനുണ്ടായിരിക്കും അല്ലേ? അവിടെ കുറേ കഥയുണ്ട് കഴിച്ച് നമുക്കിരുന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നമ്മുടെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു, അത്യാവശ്യം ടയർഡായിട്ടുണ്ട്. അപ്പം തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോകണേണ്. റൂമിൽ ചെന്നിട്ട് നമ്മൾ റെഡി ആയിട്ട് നമ്മൾ ബാക്ക് ടു കൊച്ചി. നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ നേരെ റൂമിലേക്ക് കയറണേണ്. ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ എന്തായാലും റിസോർട്ടിലെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ ബാക്ക് ടു കൊച്ചി. എന്നൊരു മഡ് ഹൗസ് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബെർഗ്ലീസ് വാലി റിസോർട്ടിൽ എല്ലാവരും അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വരിക. ഇഷ്ടംപോലെ ട്രക്കിംഗ് എക്സ്പീരിയൻസ്, അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. പെട്രോൾ തന്ന് സഹായിച്ചത് കാർത്തിക് ബ്രോയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ റിസോർട്ടിൽ നിന്നുള്ള സ്റ്റേ കഴിഞ്ഞ് നേരെ റിട്ടേൺ ബാക്ക് ടു കൊച്ചിയാണ്.
അപ്പൊ നമ്മള് ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറി 1 മണിയായി കഴിച്ച്. സമയം പോണത് ഇപ്പം അറിയാനുണ്ടല്ലേ, ഒട്ടും അറിയണ്ടായില്ല. അവിടെ നിൽക്കുമ്പോൾ അറിയാനുണ്ടായില്ല അല്ലേ, സ്റ്റേ ചെയ്യുന്ന അടുത്തൊന്നും ടൈം പോണെന്ന് അറിയണ്ടായില്ല. പക്ഷെ പിള്ളേരും കൊണ്ടുള്ള രാവിലെ ട്രക്കിങ് കഴിഞ്ഞപ്പോ എന്നിട്ട് നമ്മൾ സ്റ്റേ ചെയ്യണില്ലല്ലോ, അവിടെ നിന്ന് തന്നെ തിരിച്ച് റിട്ടേൺ ബാക്ക് ആയതുകൊണ്ട് ഭയങ്കര ടയർഡ്നെസ്. പക്ഷെ മസ്റ്റ് വാച്ച് പ്ലേസ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വലിയൊരു ഉഷാറുണ്ടായില്ല. പക്ഷെ ഇന്നലെ ദിവസം കഴിഞ്ഞപ്പോൾ സൂപ്പർ പ്ലേസ് ആയിരുന്നു. പിള്ളേരൊന്നുമില്ല, നമുക്ക് ഒറ്റക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ഉണ്ടാവും. എനിക്ക് ഞങ്ങളെല്ലായിടത്തും പോയി, ഞാനൊന്നിച്ച് എല്ലായിടത്തും അവിടെ വെയിറ്റ് ചെയ്തു. വേഗ്ലേഴ്സ് വാലി റിസോർട്ടിലാണ് നമ്മൾ പോയത്. അവിടെയുള്ള അവർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തന്നു. നമ്മളവിടെ കൊണ്ടുപോവുകയും ഗോഡാഡി വെബ്സൈറ്റ് വഴിയാണ് അവർ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യണം. അപ്പോൾ ചെയ്യുന്ന ആൾക്കാർ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ചെയ്യാം. ഇപ്പം നമ്മൾ വട്ടവട റൂട്ടിലാണ്, ഫോറസ്റ്റ് ഏരിയ ആണ്. നമ്മുടെ അടുത്ത് അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, വൈൽഡ് ആനിമൽസ് ക്രോസിംഗ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഹെവി ഫോറസ്റ്റ് ആണ്. കേസ് നിങ്ങൾ കണ്ടു നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അയ്യോ സോറി, നിന്റെ ഗൈസ്. അപ്പൊ നമ്മള് എവിടെ ഇറങ്ങിയത് സ്ഥലം അറിയാൻ പാടില്ല. എക്കോ പോയിന്റ്, എക്കോ പോയിന്റിലാണ്. പക്ഷെ എക്കോ പോയിന്റിലൊന്നും നമ്മൾ പോണില്ല. നമ്മള് ജസ്റ്റ് ചെറിയൊരു കുഞ്ഞു സാധനം മേടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയേക്കണാണ്. ജോ എന്താ മനസ്സിൽ കണ്ട് ഗൈസ്. മേടിച്ചത് ഞാൻ പറഞ്ഞില്ല, ഡ്രീം ക്യാച്ചർ വാങ്ങിക്കാൻ വന്ന ഗൈസ്. നമ്മളത് മേടിച്ചു ഗൈസ്. നമ്മൾ റൂമിൽ തൂക്കി കാണിച്ചു തരാം. തൂക്കി കാണിച്ചത് ജോ അവിടെ കണ്ട് വേറെ കടയിൽ കയറി ഗൈസ്. കഴിഞ്ഞോ ആ കട്ടിലിടാൻ നോട്ടിനി കിട്ടിയില്ല സാധനം. അപ്പൊ 6:30 ആയ ടൈം നമ്മളിപ്പോ നേര്യമംഗലം എത്തി. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ കഴിയാറായി ഗൈസ്. നമ്മള് നേരെ വീട്ടിലോട്ട് പോവാണ്. ഇല്ല ഇനി ദൂരം കുറെ ഉണ്ടല്ലോ ചായോ, ഇനിയുണ്ട് ദൂരം. പിള്ളേരൊക്കെ ഓൾമോസ്റ്റ് ട്രിപ്പിൽ ഓക്കെ ആയിരുന്നു, വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിച്ചത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ പ്ലാൻ ചെയ്തതൊക്കെ അതായത് ഫസ്റ്റ് ടൈമാണ് ഒരു പ്ലാൻ ചെയ്ത ട്രിപ്പ് ഒരു 1 ഡേ എക്സ്റ്റെൻഡ് ആവണത്. അത് മാത്രം ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ നമ്മൾ പിള്ളേരുള്ളതുകൊണ്ട് എക്സ്ട്രാ കരുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡ്രസ്സാണ്, അതുകൊണ്ട് ഇന്ന് വരെ ഓക്കെ ആയിരുന്നു ഡ്രസ്സിന്റെ കാര്യത്തിൽ. നാളത്തേക്ക് ഡ്രസ്സൊന്നും ഇല്ല, പിള്ളേർക്കും ഇല്ല. അങ്ങനെ കുറച്ച് കുഞ്ഞു സീനൊക്കെ ഉണ്ടായി. പക്ഷെ വാട്ടവർ ഈ ഒരു ടൈം വരെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നമ്മൾ എത്തി. ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡേ 4 തീരാറായി അല്ലേ? ഡേ 4 അല്ല, ട്രിപ്പ് തീരാറായി. 8:15 ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ് ഗൈസ്. ഇപ്പൊ മൂവാറ്റുപുഴയായി ഗൈസ്, ഞങ്ങളെ വീട്ടിലെത്താറായി. ഗൈസ്, അപ്പോൾ നമ്മുടെ ഡേ 4 ഈസ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മള് കൊച്ചി എത്തിയിട്ടില്ല, മൂവാറ്റുപുഴ എത്തി. ഇനി നമുക്ക് അങ്ങോട്ട് ഞങ്ങൾ ഉറങ്ങി പോകുന്ന അറിയാൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ സൈൻ ഔട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.